അല്ല, എൻ്റെ അയോഗ്യതകൾ ഞാൻ പറയേണ്ടതല്ലോ, എൻ്റെ ഗുണങ്ങളും ഞാൻ പറയേണ്ടതല്ല, എൻ്റെ യോഗ്യതകളും ഞാൻ പറയേണ്ടതല്ല. അത് ജനം വിലയിരുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങക്ക് ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പോസ്റ്റർ അടിച്ചു, ഫ്ലെക്സ് അടിച്ചു, അതൊക്കെ അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും എനിക്ക് അനുകൂലമായിരുന്നു. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, UDF കൺവീനർ, എല്ലാ ആളുകളും. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്നെ അറിയാം. എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവർ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അവർ എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ 20 MLA-മാരുടെയും പേര് AICC പോയിട്ടുള്ളത്. അങ്ങേ ചവിട്ടാൻ പാർട്ടി നേതൃത്വത്തിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ ശ്രമിക്കുന്നെന്ന് തോന്നുന്നു? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. എനിക്കതറിയില്ല. എന്നോട് ആരും തടയാൻ അല്ല, എൻ്റെ പേരിൽ എൻ്റെ പേര് പരിശോധിക്കുന്നു എന്നുള്ളതാണല്ലോ. ആ പരിശോധിക്കട്ടെ. തീവ്രത കുറവായിരിക്കും. എനിക്കറിയില്ല. എനിക്ക് എൻ്റെ കേസ് മാത്രമേ അറിയൂ. ഞാൻ അതിൽ സത്യസന്ധനാണ്. ഞാനൊരു കേസിൽ പ്രതിയല്ല. ഞാനൊരു അങ്ങനെ ചെയ്തോട്ടെ, നിങ്ങൾക്കത് തെളിയുമല്ലോ. നിങ്ങൾക്ക് കേസിന്റെ സാങ്കേതികമായിട്ട് പ്രതിയാണ്. നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നതാണ് ഞാൻ കുറ്റക്കാരനല്ല എന്ന്. അത് ഔദ്യോഗികം പറയേണ്ടത് കോടതിയാണ്. അത് കോടതി പറയും. ഇല്ല, കുറ്റപത്രം വായിച്ചിട്ടില്ലല്ലോ. കുറ്റപത്രം വായിക്കുമ്പോൾ അതിൽ A3 അവരുടെ ഡിസ്ചാർജ് പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുക. ചുമയുണ്ട്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകനാണ്. എനിക്ക് എന്റെ ലീഡേഴ്സിന് വിശ്വാസമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്ന തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ എന്നും കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞാനൊരു NDA മുന്നണിയിലേക്ക് ഒരിക്കലും പോകുന്ന ഒരാളല്ല. ഞാനൊരു വർഗീയവാദി അല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എനിക്ക് അനുകൂലമായ തീരുമാനം പാർട്ടിയിൽ ഉണ്ടാകും. ഇല്ല, ഞാനൊരു പാർട്ടിയിലേക്ക് പോകണത്. എന്നെ 2 തവണ MLA ആക്കിയ എന്റെ പാർട്ടിയല്ലേ, എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയ എന്റെ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആഗ്രഹിച്ചത് ഒരു പഞ്ചായത്തിലെ മെമ്പർ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടു. അവിടെ എന്നെ ഇവിടം വരെ ഉയർത്തിയത് എന്റെ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തോടാണ് എനിക്ക് കൂറും കടപ്പാടും. ഇല്ല, എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല. ഈ അങ്ങക്ക് ശരിക്കും പറഞ്ഞാൽ പലരും ഗോഡ് ഫാദർമാരുണ്ട്. പാർട്ടി ആവുമ്പോൾ അങ്ങനെയാണല്ലോ കോൺഗ്രസിൽ. ഈ ഗോഡ് ഫാദർമാർ ഇല്ലാത്തതാണ് അങ്ങയുടെ അയോഗ്യത എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അല്ല, എനിക്കൊരു ഫാദർ ഉണ്ടല്ലോ, അത് മതി. എപ്പോഴും ഏതെങ്കിലും രൂപത്തിലെടുക്കാനൊക്കെ ഗോഡ് ഫാദർമാരാണ് കോൺഗ്രസ്. കോൺഗ്രസിലെ തലമുതിർന്ന എല്ലാവർക്കും എന്നോട് ഇഷ്ടമാണ്. KC വേണുഗോപാലൻ എന്നെ ഇഷ്ടമാണ്. അങ്ങനെയല്ല, ആ ഇഷ്ടമല്ല, എന്നെ വലിയ ഇഷ്ടമാണ്. എന്നെ വാത്സല്യത്തോടു കൂടി നോക്കുന്ന ഒരാളെല്ലാവരും. എനിക്ക് എത്ര വർഷം സീറ്റ് കിട്ടുന്നു അത്രയും വർഷം ജയിക്കും. എത്ര നാള് സീറ്റ് കിട്ടുന്നു അത്രയും നാൾ ജയിക്കും ഞാൻ. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്ക് എത്ര നാൾ സീറ്റ് തരുന്നു അത്ര നാൾ ഞാൻ ജയിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റുള്ളവരുടെ സാധ്യതയല്ലല്ലോ. ഞാൻ പഞ്ചായത്ത് മെമ്പറാൻ ആഗ്രഹിച്ച ഒരാളാണ്. എന്നെ പാർട്ടി ഇതുവരെ ഉയർത്തി എന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞത് എനിക്കൊരു ആഗ്രഹം ഇല്ലാതിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്താ ചോദിച്ചത്? അല്ല, ആദ്യം എന്ത് ചോദിച്ചല്ലോ? അദ്ദേഹത്തിന്റെ ഗതി അധോഗതി. അല്ല, ഞാൻ ആവശ്യം വന്നാൽ പോകും. അല്ല, ആവശ്യം വന്നാൽ പോകണല്ലോ. അല്ല, നേതാക്കൾ എപ്പോഴും ബന്ധപ്പെടും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉള്ള ബന്ധപ്പെടലല്ല. ലീഡേഴ്സ് എപ്പോഴും ബന്ധപ്പെടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ. ഞാൻ എന്നും ഒരുങ്ങി നിൽക്കുകയാണ്. നാളെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിടവേണ്ടതിന് ഒരുങ്ങിയിരിക്കണ്ടേ? അതിനുള്ള തയ്യാറെടുപ്പിൽ എപ്പോഴും നിൽക്കുന്ന ഒരാളാണ്. എന്ത് പറ്റി ഉദ്ദേശിച്ചത്?
ഞാൻ അങ്ങനെ എപ്പോഴും തയ്യാറാണ്. ഇപ്പം എൻ്റെ ബാഗിൽ വണ്ടിയിൽ എന്നും 4-5 ഡ്രസ്സ് ഉണ്ടാകും, ബാഗ് ഉണ്ടാകും. ഞാൻ ആവശ്യം വന്നാൽ ഡൽഹിക്ക് പോകും, ആവശ്യമില്ലെങ്കിൽ തിരിച്ചും പോരും. അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തോ അതെ 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 അതെല്ലാം ചെയ്തു വെക്കണ്ടേ, അല്ലെങ്കിൽ അല്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ 2025 ജനുവരി 2 മുതൽ ആരംഭിച്ച ഗ്രാമയാത്രയാണ്. 117 ദിവസം. നിയമസഭ ഉള്ളപ്പോൾ ഉണ്ടായിട്ടില്ല, മഴയുള്ളപ്പോൾ ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും ഞാൻ വീട് കയറിയാണ്. അത് എന്തോ 10 രൂപ കൊടുക്കേണ്ടത് ആലോചിക്കേണ്ടത് AICC അല്ലേ? എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കാം, ഈ കേസിന്റെ പ്രശ്നവും കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കമാൻഡ് പറയുന്നത് അതെങ്ങനെയാണ് ഈ ചർച്ച? അതെല്ലാം ഞാൻ നേരത്തെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടു. എൻ്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു. അത് കൃത്യമായി ചെന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട AICC നിയോഗിച്ച വ്യക്തിയുടെ അടുത്ത് ഞാൻ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഏറ്റവും മുന്നിലുള്ള നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. ആ പ്രതിസന്ധിക്കൊടുവിൽ ഞാൻ അതിജീവിക്കും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനിരിക്കെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ മാധ്യമ സമ്മേളനം അദ്ദേഹം തനിക്ക് സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. തനിക്ക് സീറ്റ് കിട്ടില്ലെന്നൊരു സൂചന ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് തുടർനീക്കം നടത്തും എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.